പോയ തലമുറയിലെ സിനിമാ പ്രേമികൾക്ക് അത്ര പെട്ടെന്നൊന്നും മറക്കാൻ കഴിയാത്ത ഒരാളാണിത്. മലയാള സിനിമയ്ക്കും ഒരു കാലത്തും വിസ്മരിക്കാനാകാത്ത ഒരു കലാകാരൻ. മലയാളികളിൽ ഒട്ടേറെ പേരുടെ ഹൃദയങ്ങളിൽ ഇപ്പോഴും മായാതെ കിടപ്പുണ്ട് ഇദ്ദേഹം വെള്ളിത്തിരയിൽ എഴുതിയ സിനിമാ കഥകൾ. സിനിമാക്കാർക്കിടയിൽ താരസിംഹാസനം ഉണ്ടായിരുന്ന ഒരു സംവിധായകനാണിത്. സംവിധായകൻ എന്ന നിലയിൽ മാത്രമല്ല, ഛായാഗ്രഹകൻ എന്ന നിലയിലും സിനിമയ്ക്ക് വിലപ്പെട്ട സംഭാവനകൾ നൽകിയ ആളാണ് മണി. എത്രയെത്ര ഹിറ്റ് സിനിമകൾ ക്രോസ് ബെൽറ്റ് മണിയുടെ വിരുദിന് സാക്ഷ്യപത്രമായി ഇന്നലകൾക്ക് എടുത്തു പറയാനുണ്ട്. ഒരു കാലത്ത് താരപരിവേഷത്തോടെ തല ഉയർത്തി നിന്ന കലാകാരൻ സിനിമയോട് ഗുഡ് ബൈ പറഞ്ഞിട്ട് ഇപ്പോൾ പതിറ്റാണ്ടുകളായിരിക്കുന്നു. എനിക്ക് ക്യാമറ കൈകാര്യം ചെയ്യണമെന്ന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. സിനിമയ്ക്ക് വേണ്ടിയുള്ള ക്യാമറയല്ല, ഫോട്ടോഗ്രാഫി, അതിൽ ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അത് പഠിക്കണം, ക്യാമറമാൻ ആകണമെന്നൊരു ആഗ്രഹം കൊണ്ട് ഞാൻ മെല്ല സ്റ്റുഡിയോയിൽ എൻ്റെ അച്ഛൻ്റെ ശ്രമം കൊണ്ട് അന്നത്തെ അവിടുത്തെ പിന്നെ മുതലാളി എന്ന് പറയുന്ന പി സുബ്രഹ്മണ്യൻ, എൻ്റെ ഗുരുനാഥൻ, അദ്ദേഹത്തിനെ കൊണ്ട് എന്നെ ഏൽപ്പിച്ചു. അങ്ങനെ ആദ്യം ഒഴിച്ചു മാറി പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അയച്ചിടാൻ, അവിടെ പോയി പഠിച്ചാൽ ബെറ്ററാവും, അങ്ങനെയാണെന്നെല്ലാം പറഞ്ഞു. അച്ഛൻ പറഞ്ഞു അതിനുള്ള സൗകര്യങ്ങളൊന്നുമില്ല, ഇവിടെ നിന്ന് പഠിക്കാൻ കൊള്ളാമെന്നുണ്ട്. അങ്ങനെ എന്നെ അതിനകത്ത് കയറ്റി. പക്ഷേ എനിക്കെന്തോ പോകുന്നതിന് മുമ്പ് അദ്ദേഹം അവിടെ ഒരു കോട്ടയുണ്ട്. ആ കോട്ടയിൽ കിടക്കും. അവിടെ അങ്ങനെ കിടക്കാൻ തൊട്ടടുത്ത കോട്ടയിൽ ആർട്ടിസ്റ്റിലായിരിക്കും. ആവശ്യം വരുമ്പോൾ സെറ്റ് പോകും. അങ്ങനെ സെറ്റ് റെഡി ആയാൽ പോയി വിളിക്കും. അപ്പം ഞാൻ പോയി ആദ്യം അദ്ദേഹത്തിൻ്റെ കാല് തൊട്ട് തൊഴുതു. ആ തൊട്ട് തൊഴുതിന് ശേഷമാണ് ഞാൻ ഫ്ലോറിലേക്ക് പോയത്. ഫ്ലോറിൽ ചെന്നപ്പം അവിടുത്തെ ക്യാമറാമാനായിരുന്നു NS മണി, അങ്ങനെ മരിച്ചു. അങ്ങനെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ കാലം തൊട്ട് ഞാൻ തൊഴുത് സെറ്റിൽ നിന്നു. ആ നിൽപ്പ് 1956 തൊട്ട് 61 വരെ ഞാൻ നിന്നു. ഇരുന്നിട്ടില്ല. ഞാൻ എൻ്റെ ഗുരുനാഥന്മാരുടെ മുമ്പിൽ ഞാൻ ഇരുന്നിട്ടില്ല. അവിടെ നിന്ന് ഞാൻ പഠിച്ച വിദ്യയും കൊണ്ട് 1961 ഓപ്പറേറ്റീവ് ക്യാമറാമാനായിട്ടും കാൽപ്പാടുന്നൊരു പടം KS ആൻ്റണി എന്നൊരു ഡയറക്ടർ, അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് പിക്ചറാണ്. പക്ഷേ അദ്ദേഹത്തിനെ സഹായിക്കാൻ എന്നെ കൂടെ ഈ സ്റ്റുഡിയോയിൽ നിന്ന് കൊണ്ടുപോയി. അങ്ങനെ ഞാൻ മദ്രാസി 61 ഇറങ്ങി. ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ ഒരു കാർ മേടിച്ചുകൊണ്ടാണ് പോയത്. അന്നത്തെ കാലഘട്ടം തമ്പത്തേയുള്ളൊരു ലാൻഡ് മാസ്റ്റർ മാച്ചുകൊണ്ടാണ് ഞാൻ പോയത്. അതവിടെ പോയി സ്റ്റുഡിയോയിൽ ഷൂട്ടിംഗ് സ്ഥലത്ത് വാടകയ്ക്ക് കൊടുക്കും. അപ്പം ഞാൻ ജോലി ചെയ്യുന്ന പടങ്ങൾക്ക് തന്നെ വാടകയ്ക്ക് കൊടുത്താൽ അതെനിക്കൊരു വരുമാനം, ദിവസം വൈകുന്നേരം ആകുമ്പോൾ ഒരു എമൗണ്ട് കിട്ടും. അപ്പം പിക്ചറിൽ നിന്നുള്ള വരുമാനം ഇല്ലെങ്കിലും എനിക്ക് അവിടെ നിന്ന് പോവാം. അങ്ങനെ താമസിക്കാനുള്ള സൗകര്യങ്ങളും ആഹാരത്തിനുള്ള സൗകര്യങ്ങളും എല്ലാം എനിക്ക് കിട്ടിയോണ്ട് ഞാൻ നിന്ന് പോയി, അല്ലെങ്കിൽ സാധിക്കില്ല. അപ്പോൾ ക്യാമറാമാനായിട്ട് വർക്ക് ചെയ്യുന്ന കാലത്തൊന്നും സാമ്പത്തികമായിട്ട് യാതൊരു സഹായവും പ്രൊഡ്യൂസേഴ്സ് ചെയ്യില്ല. ആഹാരം തരുന്നതിന് ഭയപ്പെടും. മിക്കവാറും മലയാള പടത്തിൻ്റെ പ്രൊഡക്ഷനിൽ 2 ഇഡ്ഡലി, 1 വട, 1 ചായ, ഇതാണ് പ്രൊഡ്യൂസർ കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻ. ഒരു ആർട്ടിസ്റ്റിനായാലും ശരി, ഒരു ടെക്നീഷ്യനായാലും ശരി. അതിന് ഈ 1 മണിക്കുള്ള ആഹാരത്തിന് മുമ്പ് എന്തെങ്കിലും ആവശ്യം വന്നാൽ നമ്മളെ കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് വാങ്ങിക്കണം. അതാണ് കണ്ടീഷൻ. ഞാനതെല്ലാം രക്ഷപ്പെട്ടു. ക്യാമറയ്ക്ക് പിന്നിൽ ഒരു ഛായാഗ്രാഹകനായി മാത്രം ഒതുങ്ങി നിൽക്കാനാണ് ഇദ്ദേഹം ആഗ്രഹിച്ചിരുന്നത്. ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നത് ഛായാഗ്രാഹക കലയെയായിരുന്നു. പക്ഷേ സിനിമാ സംവിധായക കുപ്പായം കൂടി ഇദ്ദേഹത്തിന് അണിയിച്ചു കൊടുക്കുകയായിരുന്നു. ചലച്ചിത്ര മേഖലയിൽ മണി എന്തെങ്കിലും ആയിത്തീർന്നെങ്കിൽ അതിനു പിന്നിൽ ഈ മനുഷ്യന്റെ കഠിനമായ അധ്വാനമുണ്ടായിരുന്നു. ആദ്യ സിനിമ തൊട്ട് അവസാനം ചെയ്ത സിനിമ വരെ ഓരോ സിനിമയ്ക്കു വേണ്ടിയും തന്നെ പൂർണ്ണമായും സമർപ്പിക്കുക തന്നെ ചെയ്തു ഈ കലാകാരൻ. എൻ്റെ ഗുരുനാഥ NS മണി മദ്രാസിലോട്ട് വന്നു, ഇവിടെ മെല്ലാൻഡ് വിട്ട്. അദ്ദേഹത്തിനൂടെ കുറേ പടങ്ങൾ ഞാൻ അസോസിയേറ്റ് ക്യാമറാമാനായിട്ടും ഓപ്പറേറ്റീവ് ക്യാമറാമാനായിട്ടും കുറേ പടങ്ങൾ വർക്ക് ചെയ്തു. അപ്പോഴീ മലയാള പടത്തിൽ ഒരു ക്യാമറാമാനെ വയ്ക്കാനുള്ള ഒരു സാമ്പത്തിക ശേഷി പ്രൊഡ്യൂസർക്കില്ല. ഒരു ഡയറക്ടർ തന്നെ എല്ലാം കൂടി ചെയ്തു കൊടുത്താൽ ലാഭകരമാകുമെന്നാണ് പ്രൊഡ്യൂസർ വിചാരം. അങ്ങനെ ക്യാമറമാനെ വെച്ചിട്ട് ഒരു ഓപ്പറേറ്റീവ് ക്യാമറമാനെ കൂടെ വയ്ക്കുകയെന്ന് വെച്ചാൽ അതിനപ്പുറം കഷ്ടമാണ്. അങ്ങനെ ഒരു പടത്തിൻ്റെ ഷൂട്ടിങ്ങിന് എന്നെ ഒഴിവാക്കി. ഞാൻ രാവിലെ കുളിച്ച് റെഡിയായി ഡ്രസ്സ് മാറി നിന്നിട്ട് ഇപ്പോൾ ഉച്ചവയായിട്ടും വണ്ടി വന്നിട്ടില്ല. അപ്പോൾ പിന്നെ അന്ന് ഞാൻ വിചാരിച്ചു ഈ തൊഴിൽ നല്ലതല്ല. അങ്ങനെ ആ തൊഴിൽ വച്ച് കെട്ടി. അപ്പോൾ അവിടെ മലയാള ഡയറക്ടേഴ്സിന് പടങ്ങൾ കിട്ടുന്ന സമയമായിരുന്നു മദ്രാസിൽ. അങ്ങനെ മിസ്റ്റർ ശശികുമാറിൻ്റെ കൂടെ ഞാൻ അസോസിയേറ്റ് ഡയറക്ടറായിട്ട്
64 ചേർന്നു. ഒരുപാട് പടങ്ങൾ വർക്ക് ചെയ്തു. ഒരു പടം ചെയ്യാൻ ശശികുമാറിന് ചാൻസ് കിട്ടി. പക്ഷെ അത് എന്നെ വയ്ക്കാനുള്ള സാമ്പത്തിക ശേഷിയോ പ്രൊഡ്യൂസർക്ക് മനസ്സുമില്ല. അങ്ങനെ 67 ഞാനും അദ്ദേഹമായിട്ട് പിരിഞ്ഞു. ഞാൻ നാട്ടിലോട്ട് വന്ന് മിടിമിടുക്കി എന്നൊരു സിനിമ ഒരു പ്രൊഡ്യൂസർ ഞാൻ സൃഷ്ടിച്ച് അങ്ങനെ കൊണ്ട് തുടങ്ങി. വർക്കെല്ലാം തുടങ്ങിയപ്പോൾ പ്രൊഡ്യൂസർക്ക് സാമ്പത്തിക ശേഷിയില്ല. അപ്പോൾ മിസ്റ്റർ പൊന്നപ്പൻ എന്നൊരാൾ ഇതിൻ്റെ കംപ്ലീറ്റ് സ്ക്രിപ്റ്റും ഇതെല്ലാം കൂടി അദ്ദേഹം എടുത്ത് പടം ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ പടം 1968 മിടിമിടുക്കി എന്നുള്ള പടം റിലീസായി. അപ്പോൾ ആ റിലീസ് സമയത്തൊരു ട്രാജഡി സബ്ജക്റ്റാണ്. അപ്പോൾ ഇറങ്ങിയ വേറൊരു പടത്തിൻ്റെ മുമ്പ് ഇതിന് നിൽക്കാൻ സാധിച്ചില്ല. അങ്ങനെ സാമ്പത്തികമായിട്ട് വളരെ മോശമായിട്ട് മാറിയ ഒരു പടമാണ്. എന്നാലും അതിലൊന്നും ഗാനങ്ങൾ ഇന്നും നിൽക്കുന്നുണ്ട്. അകലെ ആകാശം എന്ന് പറഞ്ഞ പാട്ട് ഇന്നും നിൽക്കുന്നുണ്ട്.